ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് സ്പേസ്. അപ്പം നമ്മുടെ 10th പ്രിലിംസിൻ്റെ 2 സ്റ്റേജിലെ എക്സാംസ് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് പരീക്ഷയുള്ളവർക്കായിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി അടുത്തായിട്ട് പരീക്ഷയുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നമ്മൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഫക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുട്ട് മഹാനദി, തെഹ്രി ഡാം കൃഷ്ണ, സർദാർ സരോവർ നർമ്മദ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1, 2, 4 1, 2, 4. ഫക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുട്ട് മഹാനദി, സർദാർ സരോവർ നർമ്മദ. അപ്പോൾ നമുക്ക് കുറച്ച് ജലവൈദ്യുത പദ്ധതികൾ നോക്കിയാലോ. ഹീരാക്കുട്ട് നമ്മൾ പറഞ്ഞല്ലേ, ഹീരാക്കുട്ട് എവിടെയാണ്? മഹാനദിക്ക് കുറുകെ ഒഡീഷയിലാണ്. അപ്പോൾ ഹീരാക്കുട്ട്, മഹാനദി, ഒഡീഷ. ഫക്രാനങ്കൽ എവിടെയാണ്? സത്ലജിന് കുറുകെ പഞ്ചാബിലാണ്. ഫക്രാനങ്കൽ സത്ലജിന് കുറുകെ പഞ്ചാബിലാണ്. ഇനി ഉറി എവിടെയാണ്? ഉറി ഡാം ജലം നദിയിലാണ്, ജമ്മു കാശ്മീർ. ഉറി ഡാം ജലം നദി, ജമ്മു കാശ്മീർ. മേട്ടൂരും കല്ലണയും കാവേരി നദിയിലാണ്, തമിഴ്നാട്ടിൽ. മേട്ടൂര്, കല്ലണ, കാവേരിയിൽ, തമിഴ്നാട്ടിൽ. ബെഹ്ലിഹാർ എവിടെയാണ്? ബെഹ്ലിഹാർ ചീനാബ് നദിയിലാണ്, ജമ്മു കാശ്മീർ. ചീനാബ് നദിക്ക് കുറുകെ ബെഹ്ലിഹാർ ജമ്മു കാശ്മീരിലാണ്. പോങ് എവിടെയാണ്? പോങ് ബിയാസ് നദിക്കാണ്. ബിയാസ് നദിക്ക് കുറുകെയാണ്, ഹിമാചൽ പ്രദേശിലാണ് പോങ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത രഞ്ജിത് സാഗർ എവിടെയാണ്? രവി നദിക്ക് കുറുകെ പഞ്ചാബിലാണ്. രഞ്ജിത് സാഗർ രവി നദിക്ക് കുറുകെ പഞ്ചാബിലാണ്. ഇനി തെഹ്രി ഡാം എവിടെയാണ്? തെഹ്രി ഡാം ഭഗീരഥി നദിക്ക് കുറുകെ ഉത്തരാഖണ്ഡിലാണ്. ഭഗീരഥിക്ക് കുറുകെ ഉത്തരാഖണ്ഡിൽ. തെഹ്രി ഡാം, ഭഗീരഥി, ഉത്തരാഖണ്ഡ്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം എവിടെയാണ്? റിഹാത്ത് നദിക്ക് കുറുകെ ഉത്തർപ്രദേശിലാണ്. റിഹാത്ത് നദിക്ക് കുറുകെ ഉത്തർപ്രദേശിലാണ്. ഇനി ഫറാക്ക ബാരേജ് ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിലാണ്. ഫറാക്ക ബാരേജ് ഗംഗ, പശ്ചിമ ബംഗാൾ. ഇനി സർദാർ സരോവർ നമ്മൾ പറഞ്ഞു. സർദാർ സരോവർ നർമ്മദ നദിക്ക് കുറുകെ ഗുജറാത്തിലാണ്. എവിടെ? ഗുജറാത്ത്. സർദാർ സരോവർ നർമ്മദ, ഗുജറാത്ത്. ഈ എന്നൊക്കെ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഉക്കായി ഡാം എവിടെയാണ്? താപ്തിയിലാണ്, ഗുജറാത്ത്. ഉക്കായി ഡാം, താപ്തി, ഗുജറാത്ത്. ഇന്ദിരാസാഗർ നർമ്മദ നദിക്ക് കുറുകെ മധ്യപ്രദേശ്. അപ്പോൾ ഓങ്കാരേശ്വരും ഇന്ദിരാസാഗറും നർമ്മദ നദി മധ്യപ്രദേശിലാണ്. അടുത്ത തവ നദിക്ക് കുറുകെ മധ്യപ്രദേശ്. കൊയ്ന ഡാം കൊയ്ന നദിക്ക് കുറുകെ മഹാരാഷ്ട്ര. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1, 2, 3 മാത്രമാണ് ശരിയുള്ളത്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അതേപോലെ 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. നമുക്ക് വാഗ്ഭടാനന്ദനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. വാഗ്ഭടാനന്ദൻ ജനനം 1885, മരണം 1939. വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം പാട്യം, കണ്ണൂർ ജില്ലയിൽ. ഇനി കാവ്യ ഉപേക്ഷിച്ച് ഖദറണിഞ്ഞ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. കാവ്യ ഉപേക്ഷിച്ച് ഖദറണിഞ്ഞ നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ്. ഇനി കുഞ്ഞിക്കണ്ണൻ എന്നാണ് ചെറുപ്പകാലത്തെ പേര്. കുഞ്ഞിക്കണ്ണൻ എന്നാണ് ചെറുപ്പകാലത്തെ പേര്. ഇനി യഥാർത്ഥ പേരാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് യഥാർത്ഥ പേര്. ഇനി വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പോൾ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ, വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. VK ഗുരുക്കൾ, ബാലഗുരുക്കൾ, അതേപോലെ കർഷകമിത്രം, മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. VK ഗുരുക്കൾ, ബാലഗുരുക്കൾ, കർഷകമിത്രം, മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. ഇനി തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം കോഴിക്കോട് സ്ഥാപിച്ചത് എന്നാണ്? 1906. തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ് 1906. ഇനി ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്ത ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്.
ഈ മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? ആത്മവിദ്യ കാഹളമാണ്. ഈ മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച മാസിക ആത്മവിദ്യ കാഹളമാണ്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആത്മവിദ്യ കാഹളമാണ്. 1929 ആത്മവിദ്യ കാഹളം എന്ന മാസിക ആരംഭിക്കുന്നത്. 1929 ആത്മവിദ്യ കാഹളം എന്ന മാസിക ആരംഭിക്കുന്നത്. ഇനി 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ചു. അത് വാഗ്ഭടാനന്ദനാണ്. ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ്. ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഇനി അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? ആത്മവിദ്യാ സംഘമാണ്. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ 1917 സ്ഥാപിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആത്മവിദ്യാ സംഘമാണ്. 1917 കോഴിക്കോട് ജില്ലയിലാണ് ഇത് സ്ഥാപിക്കുന്നത്. അടുത്ത ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? അഭിനവ കേരളമാണ്. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളമാണ്. 1921 ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. സ്വതന്ത്ര ചിന്താമണി ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദൻ്റെയാണ്. 1921 അത് ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന കവിതയാണ്. ഇനി പ്രീതിഭോജനം ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെയാണ്. പ്രീതിഭോജനം 1927 വാഗ്ഭടാനന്ദൻ. ഇനി വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണ്? ശിവയോഗി വിലാസം 1914, ആത്മവിദ്യ കാഹളം 1929, യജമാനൻ എന്നാണ് 1939 യജമാനൻ 1939 ഈ 1939 വാഗ്ഭടാനന്ദൻ ഗാന്ധിജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഇനി ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചു. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ച വാഗ്ഭടാനന്ദനാണ്. പിന്നീട് ഇത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലായി. അപ്പോൾ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചു. ഇത് പിന്നീട് അറിയപ്പെട്ടത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലായിട്ട് മാറി. ഇന്ത്യയിലെ തന്നെ സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ലേബർ സൊസൈറ്റിയാണ് ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന് പറയുന്നത്. വാഗ്ഭടാനന്ദൻ തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ മാതൃകയാക്കിയത് ആരെയാണ്? രാജാറാം മോഹൻ റോയിയാണ്. വാഗ്ഭടാനന്ദൻ തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ മാതൃകയാക്കിയത് ആരെയാണ് എന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളൊന്ന് നോക്കാം. ആത്മവിദ്യ, ആത്മവിദ്യാലേഖമാല, പ്രാർത്ഥനാ മഞ്ജരി അല്ലെങ്കിൽ പ്രാർത്ഥന അഞ്ജലി, ആധ്യാത്മയുദ്ധം, മംഗള ശ്ലോകങ്ങൾ, സ്വതന്ത്ര ചിന്താമണി, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. അപ്പോൾ വാഗ്ഭടാനന്ദനെ കുറിച്ചിട്ടുള്ള പ്രധാന പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വക്ക അബ്ദുൾ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. അതേപോലെ മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപരായിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപരായിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. നമുക്ക് വക്ക അബ്ദുൾ ഖാദർ മൗലവിയെക്കുറിച്ചിട്ടൊന്ന് നോക്കാം. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വക്ക അബ്ദുൾ ഖാദർ മൗലവിയാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇദ്ദേഹം ജനിച്ചത് വക്കം തിരുവനന്തപുരം ജില്ലയിലാണ്. 1873 ഡിസംബർ 28 അദ്ദേഹത്തിൻ്റെ ജനനം. ഇനി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു. അതേപോലെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് വക്ക അബ്ദുൾ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം അതേപോലെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. ഈ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം SNDPയുടെ മാതൃകയിലാണ് അദ്ദേഹം രൂപീകരിച്ചത്. അടുത്താണ് സ്വദേശാഭിമാനി പത്രം. അദ്ദേഹം എന്നാണ് ആരംഭിക്കുന്നത്? 1905 ജനുവരി 19 അഞ്ചുതെങ്ങിൽ നിന്നാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. ഇതിൻ്റെ ആദ്യ എഡിറ്റർ ആരാണ്? CP ഗോവിന്ദപിള്ളയാണ്. അപ്പോൾ 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യ എഡിറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് CP ഗോവിന്ദപിള്ളയാണ്.
ഇനി രാമകൃഷ്ണപിള്ള എഡിറ്ററാകുന്നത് എന്നാണ്? 1906 രാമകൃഷ്ണപിള്ള എഡിറ്ററാകുന്നത്. ഇനി പത്രം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കുന്ന 1907. 1910 സ്വദേശാഭിമാനി പത്രം നിരോധിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുകെട്ടുന്നത്. ഇങ്ങനെ നിരോധിച്ച സമയത്തെ എഡിറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? രാമകൃഷ്ണപിള്ളയാണ്. അപ്പോൾ സ്വദേശാഭിമാനി പത്രം നിരോധിക്കുന്ന സമയത്തെ എഡിറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണപിള്ളയാണ്. അപ്പോൾ CP ഗോവിന്ദപിള്ളയെ ഓപ്ഷനിൽ കാണും. അപ്പോൾ രാമകൃഷ്ണപിള്ളയാണ്, മാറിപ്പോകരുത്. ഈ സ്വദേശാഭിമാനി പത്രം നിരോധിക്കാനുള്ള കാരണം എന്നാണ്? അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന P. രാജഗോപാല ആചാര്യയെ വിമർശിച്ചതിൻ്റെ പേരിലാണ് ഈ സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അന്ന് തിരുവിതാംകൂർ രാജാവാരായിരുന്നു? ശ്രീമൂലം തിരുനാളാണ്. അപ്പോൾ അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളാണ്. ഇനി ഐക്യ മുസ്ലിം സംഘം രൂപീകരിച്ചത് എന്നാണ്? 1922 ഐക്യ മുസ്ലിം സംഘം രൂപീകരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന 3 മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. ഈ മുസ്ലിം എന്നാണ്? 1906. അൽ ഇസ്ലാം 1918 ദീപിക 1931. അപ്പോൾ പ്രധാനപ്പെട്ട 3 മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. അടുത്ത പോയിൻ്റാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ച ആരാണെന്ന് ചോദിച്ചാൽ അത് വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ചത് വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുഖക്കുറിപ്പ് എന്നാണ്? ഭയകൗടല്യ ലോഭങ്ങൾ വളർത്തുകയില്ലൊരു നാടിനെ എന്നാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുഖക്കുറിപ്പ്. അദ്ദേഹത്തിൻ്റെ പ്രധാന വാക്കുകളാണ് എൻ്റെ പത്രാധിപനില്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിന്. ഇത് PSCക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പത്രാധിപനില്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത് ആരാണ്? വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് നബിമാര്, ഖുറാൻ വ്യാഖ്യാനം, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ദൗ ഉസ്വബാഹ്. നബിമാര്, ഖുറാൻ വ്യാഖ്യാനം, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ദൗ ഉസ്വബാഹ്. അടുത്ത ക്വസ്റ്റ്യനാണ് പാഞ്ചാലി ശബദം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശബദം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കൃതികളും എഴുത്തുകാരെ നോക്കാം. ഗോര ഗീതാഞ്ജലി ആരാണ് എഴുതിയത്? രവീന്ദ്രനാഥ ടാഗോറാണ്. അത് ബംഗാളി ഭാഷയിലാണ്. ഗോര ഗീതാഞ്ജലി എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി ഭാഷ. അടുത്താണ് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഏതൊക്കെയാണ്? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. പ്രേംചന്ദാണ് എഴുതിയത്, ഹിന്ദി ഭാഷയിലാണ്. അടുത്താണ് പാഞ്ചാലി ശബ്ദം. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. സുബ്രഹ്മണ്യ ഭാരതി തമിഴിലാണ് എഴുതിയത്. അടുത്താണ് ഹയാത്തി സാദി, ഹയാത്തി ജമീദ്. ഏതൊക്കെയാ? ഹയാത്തി സാദി, ഹയാത്തി ജമീദ് എഴുതിയത് അൽത്താഫ് ഹുസൈൻ ഹാലി, ഉറുദു ഭാഷയിലാണ്. അടുത്താണ് നിബന്ധമാല. ആരാണ് എഴുതിയത്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ്, മറാത്തി ഭാഷയിൽ. അടുത്ത് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ, മലയാള ഭാഷയിലാണ്. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ, മലയാള ഭാഷയിൽ. അടുത്താണ് ആനന്ദമഠം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി, ബംഗാളി ഭാഷയിൽ. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി, ബംഗാളി ഭാഷയിൽ. അടുത്ത നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര, ബംഗാളി ഭാഷയിൽ. നീൽ ദർപ്പൺ എഴുതിയത് ദീനബന്ധു മിത്ര, ബംഗാളി ഭാഷയിൽ. ഇത് നമ്മൾ ഹോട്ട് ടോപ്പിക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. നമ്മൾ ഹോട്ട് ടോപ്പിക്ക് കണ്ടവർക്ക് ഇത് ഉറപ്പായിട്ടും കിട്ടിക്കാണും. അപ്പോൾ നമ്മുടെ ഹോട്ട് ടോപ്പിക് പ്ലേലിസ്റ്റ് ഇനി പരീക്ഷയുള്ളവർ കണ്ടിട്ട് പോകണം. കഴിഞ്ഞ എക്സാമിനൊക്കെ നമ്മൾ ചെയ്ത ഹോട്ട് ടോപ്പിക്കിൽ വന്നിട്ടുണ്ട്. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നതാണ്. താങ്ക്